കളിക്കുന്നേ? കളിക്കില്ലേ? ഇതേ നീ പറ്റിച്ച പോലെ പറ്റിക്കാനല്ല. ഇതിനൊരാളെ തൊടുന്നു വേണ്ട. അത് ഒറ്റയ്ക്ക് നീങ്ങിക്കോളും. പ്രേതം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതല്ലേ? ഇനി ഇപ്പൊ വരുമ്പോ തൊടുന്നു വേണ്ട. ഗോസ്റ്റ്, ആർ യു ഹിയർ? ഓക്കെ, ക്യാൻ യു ഗോ? വൈ ഗോസ്റ്റ്? യു ആർ ഡോൺ ഗോ. ഐ ലൈക്ക് ഹിയർ. ഐ ലൈക്ക് ഹിയർ. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനർത്ഥം അത് നമ്മളെ ഉപദ്രവിക്കില്ല എന്നല്ലേ? അതൊന്നും പറയാനായിട്ടില്ല. ആർ യു ലൈക്ക് ഹസ്? കണ്ടോ, നോയിലാണ്. ക്യാൻ യു ടെൽ ദ സ്റ്റോറി ബിഹൈൻഡ് യുവർ ഡെത്ത്? ക്യാൻ യു ഗെറ്റ് വിസിബിൾ ഇൻ ടു അവർ ഐസ് വിത്ത് യുവർ അൺഫിയർലെസ് രൂപം? അതായത് ഞങ്ങളുടെ മുന്നിൽ നീ പേടിപ്പെടുത്താത്ത രൂപത്തിൽ വന്നു നിന്ന് കഥ പറയൂ. യെസ്. ഇല്ല ഗോസ്റ്റ്. ക്യാൻ യു ടെൽ ദി സ്റ്റോറി? I can tell it. Joanna, I'm so rich. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്തരാൻ ആളുണ്ടായിരുന്നു. എന്റെ സ്റ്റെപ്പ് മദറിനാണെങ്കിൽ എന്നോടൊരു സ്നേഹമില്ല. അച്ഛനാണെങ്കിൽ അത്രയില്ല. എന്തിനു ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നേ? ആർക്ക് വേണ്ടിയിട്ടാ? അങ്ങനെ ആരുമില്ലാതിരിക്കെ എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛൻ മരിച്ച അച്ഛന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടുമെന്ന് പേടിച്ച് എന്റെ സ്റ്റെപ്പ് മദർ എന്നെ വിഷ തന്നു കൊന്നു. ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇവിടെ വന്നപ്പോ നിങ്ങളുടെ അമ്മയുടെ സ്നേഹം കണ്ടപ്പോ എനിക്ക് നിങ്ങളോടുള്ള ഭാഗ്യമൊക്കെ പോയി. ഞാൻ പോയി തരാം നിങ്ങളുടെ അടുത്ത് നിന്ന്. നിങ്ങൾക്ക് എന്നെ പേടിയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഇപ്പൊ തന്നെ പോകുന്നു. അപ്പത്തിന് പോയും ചെയ്തു. സമാധാനായി. പാവം ഗോസ്റ്റ് അല്ലേ? എന്താണ് പാവം? നമുക്ക് പാവം. അതെ ക്ലാര, നമുക്ക് കുറച്ച് പരിപാടി കൊണ്ട് ബാക്ക് ഉണ്ടല്ലോ മമ്മി. അതെ അതെ, നീ പെട്ടെന്ന് വന്നേ. കണ്ടില്ലേ, കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ അവള് പോയി. നമുക്ക് പത്രം മതിയടി. ഇനിയിപ്പോ മതി. പ്രേതൊക്കെ അതിന് വഴിക്ക് പോയി. ഇനിയിപ്പോ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. എന്നാലോ ക്ലാരൊക്കെ ശരിക്കും നന്ദിയില്ലല്ലോ. അതൊന്നും നോക്കണ്ട, വാ നമുക്ക് ഉറങ്ങാം. അവനെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒന്ന് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ. എന്നിട്ട് രാവിലെ എണീക്കാനായിട്ട്. സ്കൂൾ തുറക്കാനേ ഇനി 2 ആഴ്ചയുള്ളത്. 2 ആഴ്ചയുള്ളൂ? അതെ, നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണ്ടേ. നാളെ തന്നെ പോയാലോ ചേച്ചി? ലാസ്റ്റ് ആവുമ്പോഴേക്ക് ഫുള്ള് തിരക്കായിരിക്കും. ഓക്കെ, നാളെ തന്നെ പോവാം. ഇനി കൂടിപ്പോയ 10-12 ദിവസം കാണും. നമുക്ക് പെട്ടെന്ന് എല്ലാം വാങ്ങി വെക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ആവുമ്പത്തിനൊക്കെ എല്ലാ കളക്ഷൻസും തീരും ബാഗിന്റെ. ചേച്ചി, നാളെ തന്നെ നമുക്ക് അമ്മയുടെ അടുത്ത് വഴക്കിട്ട് പോവാം. ഇച്ചാപ്പിന്നെ വിളിച്ചോക്കട്ടെ. അതൊക്കെ നാളെ വിളിക്കും. എന്തോരോ മാമ്പഴം. മക്കളെ കൊണ്ട് ഇതൊക്കെ പറപ്പിക്കാം. ഉസ്മാൻ ഇന്ന് പാല് കൊണ്ട് വന്നായിരുന്നല്ലോ. ഉസ്മാനേ, ഉസ്മാനേ, ഉസ്മാനേ. എന്തിനാണ് ഉസ്മാനെ വിളിക്കുന്നത്? കാര്യമുണ്ട് മോളെ, വിളിക്ക്. എന്താ എന്നെ കൊണ്ട് നടക്കാത്ത കാര്യം ഉസ്മാനെ കൊണ്ട്? നീ ഒന്ന് അങ്ങോട്ട് നോക്കിയ മോളെ. ഹായ്, എന്തോരം മാമ്പഴം. ഇതൊക്കെ ഉസ്മാനെ കൊണ്ട് പറിപ്പിക്കാനാടാ. അതെന്താ എന്നെ കൊണ്ട് പറിച്ചാ പറയത്തില്ലേ? അതല്ല മോളെ, ഉസ്മാൻ ഇതൊക്കെ അറിയൂ. എന്താ എന്നെ കൊണ്ട് പറ്റാത്തത്? എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമേ? നിന്നെ കൊണ്ട് പറ്റില്ല മോളെ, പറഞ്ഞ കേക്ക്. എന്തുവാ അമ്മേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറിച്ചോളന്നേ. ഒരാളുടെ സഹായം നമുക്ക് വേണം. ക്ലാര മോളെ പോയ? അവൾ ഇന്നലെ രാത്രി അവളുടെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി തോന്നുന്നു. അവൾ ഇന്നലെ രാത്രി തൊട്ട് കാണുന്നില്ല. ക്ലാര എന്നെ പോസ്റ്റ് അടിച്ച് നടക്കുന്നത്. അവൾ എവിടാൻ ചോദിച്ചപ്പോ അവളെ അമ്മ ഒന്ന് കൊണ്ടേന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോ? ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ നടന്നു. ആർക്കറിയാം? അവൾ അവളുടെ മമ്മി കൊണ്ടേ. എന്താ എവളെന്റെ കുറ്റം പറയാണോ? ഞാൻ അവൾക്ക് ചോദിക്കായിരുന്നേ ജനിമോളെ പോയെന്ന്. പോയി. അവളുടെ മമ്മ വന്ന് അവളെ കൊണ്ടുപോയി. ഇതെന്താ ഇതിന് മുകളിൽ നിറച്ച് മാമ്പഴമാണല്ലോ. ഞങ്ങളുടെ വീട്ടിൽ മാമ്പഴമൊക്കെ ഉണ്ടാവും. അതൊന്നും നീ നോക്കണ്ട. അയ്യോ മോളെ, അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ മാത്രം വീടല്ല, ക്ലാരയുടെ കൂടെയാണെന്ന്. അല്ല, എങ്ങനെയാണ് ഇതിന് പറിക്കുക? ഞാൻ ഉസ്മാനെ വിളിക്കായിരുന്നു. അവനാണെങ്കിൽ കേൾക്കുന്നില്ല. അവനെ പാലും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ കയ്യില് കുറച്ച് പപ്പടം കൊടുത്തു വിട്ടായിരുന്നു കുഞ്ഞുമ്മക്കാന്റെ അടുത്ത്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നു. അവനെ കാണുന്നില്ല. ഞാനുള്ളപ്പോ എന്തിനാ അമ്മ ഉസ്മാനെ? അവളെ പറയുന്നത് കേക്ക് ഇതൊക്കെ അറിയാവുന്നവർക്ക് പറ്റൂ. അവനെ കൊണ്ട് പറ്റൂ ആന്റി. ആന്റി, അവള് പുലിയല്ലേ. അവളെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ലാന്ന് നമുക്കറിയാം. എന്നാൽ അവളുടെ വിചാരം അവള് പുലിയാന്നാ. അത് ക്ലാരമോൾ പറഞ്ഞത് ശരിയാ. ഓഹോ, അമ്മ ഇപ്പൊ അവിടെ കൂടെ നിൽക്കാണോ? കൊട്ടയിൽ തന്നെ ഞാൻ കയറിക്കോളാം മേലോട്ട്. അതെന്തിനാ കൊട്ട? നീ അവിടെ പറിച്ചിട്ടാ മതി. നീ കേറുന്നുണ്ടേ. അതെ അതെ, എന്നിട്ട് തലയും കുത്തി താഴേക്ക് വീഴ്. ഭയങ്കര വൈബായിരിക്കും മോളെ. ഞാൻ അവസാനമായിട്ട് പറയാ, അതിന് മേലെ കയറാൻ നിൽക്കണ്ട. അതൊക്കെ വശമുള്ളവർക്കേ പറ്റൂ. ഉസ്മാനൊക്കെ അവന്റെ പറമ്പിലുള്ള മാവിലൊക്കെ കയറി നല്ല ശീലമുണ്ട്. നമ്മളെ പോലെ ഒന്നല്ല. അവന്റെ പറമ്പിൽ എന്തെല്ലാം ഉണ്ട് അതിലൊക്കെ ഉസ്മാനെ കയറി പറിക്കുന്നത്. നിന്നെ കൊണ്ട് ഇതിനെ കൊണ്ടൊന്നും ആവില്ല മോളെ. നീ എന്തിനാ റിസ്ക് പരിപാടി കേൾക്കുന്നേ? കുറെ ആൾക്കാർ എന്നെ പുച്ഛിക്കുന്നുണ്ടമ്മേ. അവന്റെ മുന്നിൽ എനിക്ക് ആളായേ പറ്റൂ. ഞാൻ ഇതിന് മേളിൽ കയറും. ഇത് എന്റെ ഭാഷയാ. കാര്യമോൾ പറഞ്ഞതാണോ? അവൾ വെറുതെ പറഞ്ഞതാ. നീ അതൊന്നും വലിയ കാര്യത്തിലെടുത്തോണ്ട് കുഴി ചെന്ന് ചാടല്ലേ മോളെ. ഞാൻ ഒരു കുഴിയിൽ ചെന്ന് ചാടില്ല. ഇവള് കുറെ കുഴി ചാടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കുടിയൊന്നുമല്ല. ഇത് എന്റെ ഭാഷയാ. ഇവരുടെ മുന്നിൽ ആളാവുള്ള എന്റെ ഭാഷ. മോളെ, അമ്മ അവസാനമായിട്ട് പറയാ. പറയുന്നത് കേക്ക്. അമ്മ ഇനി ഒരു അവസാനമായിട്ട് പറയണ്ട. ഞാൻ ഈ മരത്തിന് മേളിൽ കയറും ചെയ്യും. അമ്മയ്ക്ക് കൊട്ട് നിറച്ച് പറിച്ചും തരും. പഴമല്ല, മാങ്ങ പറിച്ചു തരും. നോക്കിക്കോ അമ്മേ, ഞാൻ ഇതിന്റെ മേളിൽ കയറാൻ പോവാ.
അമ്മയ്ക്ക് ആ കൊട്ട നിറച്ചും ഞാൻ പഴം പറിച്ചു തരും. സോറി, മാങ്ങ. നോക്കിക്കാമേ, പലരും പറഞ്ഞതൊക്കെ മാറ്റി പറയും.